ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. ഓക്കെ, സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്, മെയിൻ എനർജീസ് എന്താണ് പൈൽ നമ്പർ 1ൻ്റെ ഇന്നത്തെ. താങ്ക് യു. ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ സണ്ണിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം ഒത്തിരി എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻലൈറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളുടെ ഒരു പൂർണ്ണ രൂപം, ഒരു ബിഗ് പിക്ചർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടിട്ടാണ്, എന്ത് എനർജി ആയിട്ട് കണക്ട് ചെയ്യണം, എവിടെയാണ് ഞാൻ കുറച്ചും കൂടെ ബോൾഡായിട്ടിരിക്കേണ്ടത്, ഓക്കെ, എങ്ങനെ എൻ്റെ ലൈഫിലെ ഈ ഒരു സാഡ്നെസ്, ഈ ഒരു സോറോ, ഈ വിഷമങ്ങൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ആയിരിക്കാം, പെട്ടെന്ന് എന്താ പറയുക ടെൻഷനാകുന്ന എനർജി ആയിരിക്കാം, അതെല്ലാം നീക്കിയിട്ട് എങ്ങനെ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാം, എൻ്റെ സോളാർ പ്ലെക്സസ് ചക്ര എങ്ങനെ കുറച്ചും കൂടെ ബാലൻസിലോട്ട് കൊണ്ടുവരാം, അതിനെക്കുറിച്ചിട്ട് ഒത്തിരി അവെയർനെസ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട്, ലേൺ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഡ്നെസ്സിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ മുന്നിലൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്, ഞാൻ തന്നെ എൻ്റെ എനർജീസിനെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഓക്കെ, ഈഗോ കൊണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നമ്മുടെ ഉള്ളിലെ ഷാഡോസ് കൊണ്ടിട്ട് എന്ത് ഗെയിമാണ് ഞാൻ തന്നെ കളിക്കുന്നത്, അത് കുറച്ച് പേര് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അത് ആ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട് കടക്കുന്ന ഒരു എനർജി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ ന്യൂ മൂണിൻ്റെ എനർജിയാണ്. ന്യൂ മൂൺ സോളാർ എക്ലിപ്സ് ആണ് വരുന്നത്. ആ ഒരു സമയം ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി ചേഞ്ചിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ്റെ രൂപത്തിൽ, സംരക്ഷണത്തിൻ്റെ രൂപത്തിൽ, എന്തെങ്കിലും ഒരു ഡിവൈൻ ഗൈഡൻസ്, ഈശ്വരൻ്റെ എന്തെങ്കിലുമൊക്കെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതും കുറച്ചൊരു എന്താ പറയുക, ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഉറക്കത്തിലുള്ള പ്രോബ്ലം ആയിരിക്കാം, ഉറങ്ങാൻ സാധിക്കുന്നില്ല, ഓക്കെ, സ്ലീപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടിട്ട് എൻ്റെ റുട്ടീനൊന്നും കറക്റ്റ് ആകുന്നില്ല, രാവിലെ എണീക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു റുട്ടീനിലും കുറച്ച് പേര് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, ഒരു ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. ഓക്കെ, പൈൽ നമ്പർ 1. അഗെയിൻ ആ ഒരു 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു ടെൻഷൻ, ഇതെല്ലാം കുറച്ചും കൂടെ ഒരു ബാലൻസിലോട്ട് വരുന്ന ഒരു ദിവസം, ഒരു എന്താ പറയുക, ഒരു റെസ്റ്റിൻ്റെ എനർജിയിലോട്ട് വരുന്ന ഒരു സമയമായിട്ടാണ് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി പീസ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ആ ഒരു ബ്ലെസ്സിങ് കുറച്ച് പേരുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് യാത്ര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജി, ഹീലിംഗ് എനർജി വരുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ മൈൻഡിൽ ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും വൂണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ്, ഓക്കെ, അത് ഇവിടെ ചുരുളഴിയുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ ദിവസം കുറച്ചുകൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട എനർജി എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1ൻ്റെ ഇന്നത്തെ ദിവസം. താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിട്ട് കോമ്പറ്റീഷൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ ജലസിയുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഒരു ലാക്ക് മെൻറ്റാലിറ്റി ആയിരിക്കാം, കുറവുണ്ട്, എന്തെങ്കിലും നേടണം, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യണം, ഒത്തിരി കഷ്ടപ്പെടണം. ആ ഒരു എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ആലോചിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസ് ആയിട്ടും ആകാം. ഓക്കെ, ഇതിനൊരു അഡ്വൈസ് എന്താണെന്ന് നോക്കാം. ഏത് എനർജി ആയിട്ട് കണക്ട് ചെയ്യണം.
മജിഷ്യൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ വേണ്ടത്, മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണോ നിങ്ങളുടെ ഹയർ സെൽഫ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ലെവലിൽ എന്താണോ വേണ്ടത്, അത് കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. ചില സമയങ്ങളിൽ ആ ഒരു എനർജീസ് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നതാണ്. ചിലപ്പോൾ അതൊരു ഹിഡൻ ആയിട്ടുള്ള ബ്ലെസ്സിങ് ആയിട്ടായിരിക്കാം പലപ്പോഴും എനർജീസ് വരുന്നത്. ചിലപ്പോൾ ചില സത്യങ്ങൾ വരുമ്പോൾ നമുക്കതിനോട് എതിർപ്പ്, ദേഷ്യം തോന്നുന്നുണ്ടാകാം. നമ്മളെക്കുറിച്ചിട്ട് തന്നെയുള്ള അറിവുകൾ നമ്മളെ കുറച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നമ്മൾ തന്നെ എഗെയിൻ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് സത്യം എന്താണോ, ട്രൂത്ത് എന്താണോ, ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അംഗീകരിക്കാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സിനെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ്, ഓക്കെ, എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കങ്ങളായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ മെസ്സേജസിൻ്റെ രൂപത്തിൽ, ഓക്കെ, ഓവറോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഒത്തിരി ആങ്കർ ഇഷ്യൂസിൽ വന്നിട്ട് എന്തെങ്കിലും പറയുക, അങ്ങനത്തെ എനർജീസ് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. 3 ഓഫ് സോർഡ്സിൻ്റെ എനർജി, 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ആൻസിസ്റ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിതൃക്കൾ, ഓക്കെ, അവരുടെ എനർജി സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ പിതൃദോഷം എന്ന് പറയില്ല, എന്തെങ്കിലും ആൻസിസ്റ്റേഴ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അല്ലെങ്കിൽ താൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എന്താ പറയുക, എല്ലാത്തിനും ഒരു എന്താ പറയുക ബ്ലോക്കേജ്, ഒരു തടസ്സം, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു എന്താ പറയുക, ഒരു ലാക്ക് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ല. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിൽ അലട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഫാമിലിയിൽ നടക്കുന്നുണ്ടാകാം. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ദോഷം, എന്തെങ്കിലുമൊക്കെ എനർജീസ്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പായിട്ടും ആകാം. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഒത്തിരി മാനസികമായിട്ട് അലട്ടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ, ഒരു ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു എനർജിയിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം, എങ്ങനെ ഹീലിംഗ് കൊണ്ടുവരാം, അതിനെക്കുറിച്ചിട്ട് കുറച്ച് പേര് ലേൺ ചെയ്യുന്നതായിട്ട്, പഠിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഹാർട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ട്, ഹൃദയമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇത് വന്നിട്ട് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും സർജറി എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. ഹീലിങ്ങിൻ്റെ രൂപത്തിലായിരിക്കാം, ആൻസറിൻ്റെ രൂപത്തിലായിരിക്കാം, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടായിരിക്കാം, സൊല്യൂഷനായിട്ടായിരിക്കാം നിങ്ങളുടെ മുന്നിലോട്ട് ഇന്ന് എന്താ പറയുക വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാം, കുറച്ചും കൂടെ സമാധാനമായിട്ട് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാം, അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ലേൺ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ എനർജി ആകണം എന്നില്ല. ഓക്കെ, അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരുടെ എനർജി കുറച്ച് പേരെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫയൽ നമ്പർ 2, 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അഗെയിൻ ഒത്തിരി ഹാർട്ട് ചക്ര, ഹീലിംഗ്, ലോയൽറ്റിയുടെ എനർജി, സത്യസന്ധത, വിശ്വാസം, ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. അതും നിങ്ങളുടെ ബാലൻസ് വീണ്ടെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എഗെയിൻ ഫാമിലിയുടെ എനർജി, ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജി, അവരുടെ ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി സപ്പോർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ എന്തു പ്രശ്നമാണോ അത് മറികടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കിട്ടുന്ന മെസ്സേജസ്, ഗൈഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ
എന്താ പറയുക, കാണുന്ന വീഡിയോസിലായിരിക്കാം എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ്, എന്തെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് സെക്യൂരിറ്റി, സുരക്ഷിതത്വം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു സമാധാനം, പീസിൻ്റെ എനർജി കടന്നു വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ദിവസം കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട എനർജി എന്താണെന്ന് നോക്കുക. താങ്ക് യു. പായൽ നമ്പർ 2, ഈ ഒരു ദിവസം കുറച്ചൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട എനർജി എന്താണ്? നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി, ലവ്, റിലേഷൻഷിപ്പ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എഗെയിൻ പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ട് സ്പേസ്, ഹൃദയമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. കുറച്ച് പേരുടെ ലൈഫിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള എനർജി ഉണ്ടാകുന്നുണ്ടാകാം. അതെല്ലാം കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എടുത്തു ചാടി ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളതെങ്കിൽ കുറച്ചൊരു പരസ്പരം കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, ബഹുമാനിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതും ഈ ഒരു ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓക്കെ, അഗെയിൻ ഇവിടെ 8 ഓഫ് wands ആണ് വന്നേക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക്, ഒത്തിരി എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാകാം. ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന ടൈം പീരീഡ് ആയിരിക്കാം. ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നുണ്ടാകാം. ആ സമയങ്ങളിലെല്ലാം എങ്ങനെ ബാലൻസ് കൊണ്ടുവരണം, എങ്ങനെ സ്റ്റേബിളായിട്ടിരിക്കണം, അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും ഈ ഒരു ദിവസം പറയുന്നുണ്ട്. എഗെയിൻ മണി ഫിനാൻസിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും വിശ്വസിച്ചിട്ട് പൈസ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നന്നായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കാനായിട്ടും നിങ്ങൾ മറക്കാതിരിക്കുക. എത്രയൊക്കെ നിങ്ങളെ മറ്റുള്ളവർ എന്താ പറയുക, ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെന്ന ആ ഒരു വ്യക്തി എങ്ങനെയാണോ, നിങ്ങളുടെ എനർജി എന്താണോ, അതിൽ സത്യസന്ധമായിട്ടിരിക്കാനായിട്ടും കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ട് ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം. ഓക്കെ, ആ ഒരു വ്യക്തിയായിട്ടുള്ള ഡീലിങ്സ്, മെസ്സേജസ്, ഓക്കെ, ആ ഒരു എനർജീസും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2യുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.